ഈ ശബരിമലയ്ക്ക് പോകുന്ന അധികം CPM-കാർ. നമ്മൾ നമ്മുടെ നാട്ടുപുറത്തൊക്കെ നോക്കിയാൽ മതി, ഏത് പാർട്ടിക്കാരാണ് ശബരിമലയ്ക്ക് മാലയിട്ട് കെട്ടുനിറച്ച് ശരണം വിളിച്ച് പോകുന്നതെന്ന് നോക്കിയാൽ വളരെ വ്യക്തമാണ്. സാക്ഷാൽ BS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ക്ലിഫ് ഹൗസിൽ കെട്ടുനിറച്ചാണ് ശബരിമലയ്ക്ക് വരുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലിച്ച് ദൈവത്തെ തൊഴാൻ പോകും. മുഖ്യമന്ത്രി ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാന്ന് തോന്നുന്നു. ലിംഗസമത്വം നടപ്പാക്കാൻ എന്ന വ്യാജേന ശബരിമലയിൽ ഈ വിധി നടപ്പാക്കാൻ ശ്രമിച്ചു. ഇത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ വളരെ മനോഹരമായിട്ട് പുഷ്പം പോലെ പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു. പക്ഷെ അവർക്കൊക്കെ നയമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നയമില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. നയവും വിനയവും അഭിനയവും അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കുകൾ. അപ്പോൾ അദ്ദേഹം മുൻകൈയെടുത്ത് ഇത് ഉടനെ നടപ്പാക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് തന്നെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം ഇത് അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. മുഖ്യമന്ത്രി നടപ്പാക്കുമെന്ന് പറഞ്ഞതിന്റെ തലേ ദിവസം കോഴിക്കോട്ട് ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മുടെ ഒരു പ്രമുഖ ഇടതുപക്ഷ പാർട്ടിയുടെ വളരെ പ്രമുഖനായ നേതാവിനെ ഞാൻ കാണാനിടയായി. വക്കീലെ സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും അങ്ങനെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല, എത്ര കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ്, സുപ്രീം കോടതി പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് മാറ്റാൻ പറ്റൂ എന്നീ നേതാവ് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്കതിന് മുമ്പ് അങ്ങനെ ഒരു ധാരണയില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ധാരണ ഈ CPM CPI അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഉണ്ട്. എനിക്കിത് നടക്കുമെന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്ക് പറയായിരുന്നു ഇത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്താണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തെറ്റായ ഒരു തീരുമാനം എടുത്തു. അതിന്റെ പുറത്ത് കുറച്ച് അതിക്രിയ ചെയ്യേണ്ടതായിട്ട് വന്നു. 14 ജില്ലകളിൽ ഇദ്ദേഹം പോയി പ്രസംഗിച്ചു, നവോത്ഥാനം നടപ്പാക്കണമെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ നമ്മുടെ പണിയും തുറവില്ലാതെ നടക്കുന്ന കുറെ ഈ സാംസ്കാരിക പ്രവർത്തകർ, ഞാനിപ്പോൾ അവരുടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞാൽ അവരെ ഇളിഭ്യരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നമ്മുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരും. ഇവരൊക്കെ ഉടനെ തന്നെ ലിംഗസമത്വം നടപ്പാക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. നമ്മുടെ നാട്ടിലെ ചില ടെലിവിഷൻ ചാനലുകളൊക്കെ അതിന് പിന്തുണ കൊടുത്തു. പുറമേക്ക് പുരോഗമനം പറയുക, ഉള്ളുകൊണ്ട് വളരെ പിന്തിരിപ്പന്മാരായിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് ഉള്ളിൽ പറയുകയും നവോത്ഥാനം ഉടനെ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയും. പിന്നെ വനിതാ മതിൽ സംഘടിപ്പിച്ചു. ജനുവരി 2-ാം തീയതി പുലർച്ചെ ഈ സ്ത്രീകളെ 2 പേരെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ സർക്കാർ ഏതാണ്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന രീതിയിൽ നവോത്ഥാനം പൂർത്തിയായി എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി, നമുക്കറിയാം. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അതിനുശേഷം പാർട്ടി നയപരമായ ചില മാറ്റങ്ങൾ, ചില വിശദീകരണങ്ങളൊക്കെ നടത്തി. പാർട്ടിക്കാരുടെ വീടുകളിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് തന്നെ പാർട്ടിയുടെ നിലപാടിൽ കാര്യമായ മാറ്റം വന്നു. മാത്രമല്ല സുപ്രീം കോടതി ഈ വിഷയം 7-അംഗ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ 9-അംഗ ബെഞ്ചിലേക്ക് വിട്ടപ്പോൾ തന്നെ സംഗതി തീർന്നു. ഇപ്പൊ നവോത്ഥാനം എന്നുള്ള വാക്കാരെങ്കിലും പറയുന്നു. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. പോട്ടെ, ഭരണഘടനാ ധാർമ്മികത എന്ന് ഇപ്പൊ ആരെങ്കിലും പറയുന്നു. ഏതെങ്കിലും ഒരു ചിന്തകൻ, ഏതെങ്കിലും ഒരു നവോത്ഥാനവാദി, അത് വെള്ളാപ്പള്ളി നടേശനായിക്കോട്ടെ, പുന്നല ശ്രീകുമാർ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, KN കുഞ്ഞമ്മദോ PK പോക്കറോ പോലും ഭരണഘടനാ ധാർമ്മികത എന്ന വാക്ക് പറയുന്നില്ല. ആ വാക്കൊക്കെ പോയി, മലയാള ഭാഷയിൽ നിന്ന് അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് പണ്ട് ചെയ്ത തെറ്റിന്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ന് വിചാരിക്കണ്ട, ചെറിയ ഒരു തെറ്റിതിരുത്തൽ എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അത് CPM-കാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്നത് പ്രത്യേകിച്ച് നല്ലതാണ്. കാരണം ഈ ശബരിമലയ്ക്ക് പോകുന്ന അധികം CPM-കാരാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം. 4 വോട്ടിന് വേണ്ടി നവോത്ഥാനം കുഴിച്ചു മൂടില്ല എന്നുള്ള പഞ്ച് ഡയലോഗൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് 2019, 2024 ഒക്കെ കഴിഞ്ഞു നിൽക്കുമ്പോൾ കായംകുളം, ഹരിപ്പാട്, അതേപോലെ തന്നെ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ഒക്കെ പല മണ്ഡലങ്ങളിലും വളരെ അടിസ്ഥാന വോട്ടുകൾ പോലും BJPയുടെ ചേരിയിലേക്കൊക്കെ പോകുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ഗതിയിലുണ്ടായ മാറ്റം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയോടുകൂടി മൗനാനുവാദത്തോടുകൂടി ആയിരിക്കുമോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്? MV ഗോവിന്ദന് ഒരക്ഷരം പോലും മറുപടി പറയാൻ കഴിയാതിരിക്കുന്നത്. അല്ല, അതിലെന്താ സംശയമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറഞ്ഞ CPM-ആണ്, BJP അല്ല. ആ വോട്ട് എപ്പോൾ വേണമെങ്കിലും CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകാവുന്നുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. 2019 അത് കോൺഗ്രസിലേക്കാണ് പോയത്. 2024 അത് BJP-യിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇനി 26 അത് എങ്ങോട്ട് പോകും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ നിലപാട് മാറ്റം എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് പറയാ, ഈ പണ്ട് CV കുഞ്ഞിരാമൻ പറഞ്ഞ പോലെ അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല. മുഖ്യമന്ത്രി പണ്ട് ഒരു അബദ്ധം പറഞ്ഞു എന്ന് വെച്ചാൽ ഏത് കാലത്തും അത് ഈ അബദ്ധം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം.
പുള്ളി പണ്ട് പിടിച്ച മുയലിന് 3 കൊമ്പായിരുന്നതുകൊണ്ട് ഇനി പിടിക്കാൻ പോകുന്ന എല്ലാ മുയലിനും 3 കൊമ്പ് തന്നെ വേണം എന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ലോ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ടു എർ ഈസ് ഹ്യൂമൻ പക്ഷേ യു ഷാൽ നോട്ട് എൻഡവർ ടു പെർപെച്വേറ്റ് ഇറ്റ് എന്ന് പറയും. നമ്മൾ ഒരാൾക്കൊരു അബദ്ധം പറ്റുന്നത് ശരിയാണ്, പക്ഷെ അത് ഏത് കാലത്തും അയാൾ ആവർത്തിച്ച് കാണണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിലപാട് മാറ്റം സുപ്രീം കോടതിക്ക് നിലപാട് പറ്റിയില്ല. സുപ്രീം കോടതിയിൽ 5 ജഡ്ജിമാർ കൂടിയിട്ടാണ് ഈ വിധി പാസ്സാക്കിയത്. രഞ്ജൻ ഗൊഗോയ്ക്ക് മുമ്പ് നമ്മുടെ ദീപക് മിശ്ര, ചന്ദ്രചൂഡ്, അതുപോലെ ഖാൻവിൽക്കർ, പിന്നെ നരിമാൻ, ഇന്ദു മൽഹോത്ര സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു, ഒരു വനിതാ ജഡ്ജി. ബാക്കി 4 പുരുഷ പുങ്കവന്മാരും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ദീപക് മിശ്ര റിട്ടയർ ചെയ്തു. ആ സ്ഥാനത്ത് രഞ്ജൻ ഗൊഗോയി വന്നു. ആ ബെഞ്ചാണ് പുനഃപരിശോധന ഹർജി പരിശോധിച്ചത്. രഞ്ജൻ ഗൊഗോയും സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് പറഞ്ഞു. നിർബന്ധമല്ല, അത് താത്വികമായിട്ട് മറ്റു രീതിയിൽ പറഞ്ഞു. ഇന്ദു മൽഹോത്ര പഴയ നിലപാടിൽ ഉറച്ചു. ചന്ദ്രചൂഡും അതുപോലെ നരിമാനും അവരുടെ പഴയ നിലപാടിൽ, അത് സ്ത്രീകളെ നിർബന്ധമായിട്ട് പ്രവേശിപ്പിക്കണം, ഭരണഘടനാ ധാർമ്മികത എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് ജസ്റ്റിസ് ഖാൻവിൽക്കർ എന്ന് പറഞ്ഞ മഹാന്റെ കാര്യമാണ്. ഈ ഖാൻവിൽക്കർ നിന്ന നിപ്പിൽ മലക്കം പറഞ്ഞു. അദ്ദേഹം ഇന്ദു മൽഹോത്രയുടെയും അതുപോലെ രഞ്ജൻ ഗൊഗോയുടെയും ഭാഗം പിടിച്ചു. അങ്ങനെയല്ലേ 3-2 എന്നുള്ള ഭൂരിപക്ഷമായത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെയല്ല ഇത് വീണ്ടും പുനഃപരിശോധനയ്ക്ക് 7 അംഗ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ 9 അംഗ ബെഞ്ചിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായി. അന്ന് ഖാൻവിൽക്കർ അദ്ദേഹം പിടിച്ച പിടിയിൽ ഉറച്ചു തരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ പ്രസക്തി ഉണ്ടാവില്ല. ബിന്ദു അമ്മിണിയെ പോലുള്ള ആളുകൾ ശബരിമലയിൽ കയറി നിരങ്ങിയത്. അപ്പോൾ ഖാൻവിൽക്കർക്ക് നിലപാട് മാറ്റാം. സുപ്രീം കോടതിയിലെ പണ്ഡിതരായ ജഡ്ജി, അദ്ദേഹത്തിന്റെ ശമ്പളത്തിലോ പെൻഷനിലോ ഒരു പൈസ പോലും കുറയാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടെങ്കിൽ അദ്ദേഹം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ഇടപെടൽ കൊണ്ടാണോ ഇനി മറ്റെന്തെങ്കിലും ഇടപെടലാണോ നമുക്കറിയില്ല, പുള്ളി നിലപാട് മാറ്റി. ഇനി സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. താത്വികമായിട്ട് സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും നിലവിലുണ്ട്. അത് സ്റ്റേ ചെയ്തിട്ടില്ല, അസ്ഥിരപ്പെടുത്തിയിട്ടില്ല. 5 അംഗ ബെഞ്ചിന്റെ വിധി ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രായോഗികമായിട്ട് നടപ്പാകുന്നില്ല. അപ്പൊ ഇതൊക്കെ ഭരണഘടനാ ധാർമ്മികത, റൂൾ ഓഫ് ലോ എന്നൊക്കെ പറയാൻ കേൾക്കാൻ രസമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും നടപ്പാവില്ല. വലിയ വലിയ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഒക്കെ ഭരണഘടനയിൽ എഴുതി വെക്കും. നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, പിന്നെ സജി ചെറിയാൻ പറഞ്ഞുകൊണ്ട് കുന്തം, കുടച്ചക്രം, ഇതൊക്കെ എഴുതി വെക്കാന്നല്ലാണ്ട് പല പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. എഴുതാൻ വേണ്ടി എഴുതി, വായിക്കാൻ വേണ്ടി വായിച്ചു, വ്യാഖ്യാനിക്കാൻ വേണ്ടി വ്യാഖ്യാനിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരാൾക്കും ഒരു പ്രയോജനമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സജി ചെറിയാന്റെ വലിയൊരു ആരാധകൻ. അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ മാത്രമേ ചെറിയൊരു എന്തൊരു വൈക്ലഭ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും പുള്ളി പറഞ്ഞാണ് സത്യം. ഈ ഇന്ത്യൻ ഭരണഘടനയെ ഏറ്റവും കൃത്യമായിട്ട് മനോഹരമായിട്ട് വ്യാഖ്യാനിച്ച ആരാധന എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് മന്ത്രി സജി ചെറിയാനാണ്. കാരണം പുള്ളിക്ക് മാത്രമേ അതിന്റെ തത്വം മനസ്സിലായുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വലിയ സിദ്ധാന്തങ്ങൾ പറയും. സിദ്ധാന്തവും തത്വവും ഒരു സ്ഥലത്ത് നിൽക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വേറൊരു വഴിക്ക് പോകും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നു. ബൈ.